സൺഡേ ശലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ലെബനോണിൻ്റെ ഉള്ളിൽ കിടന്ന് ഇസ്രായേൽ ഒരു വൻകിട ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന്. ലെബനോണിൻ്റെ ഉള്ളിൽ സിഡോൻ എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. സിഡോൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ മധ്യധരണ്യയുടെ തീരത്താണ് ഇസ്രായേലും ലെബനോണും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇസ്രായേലിന്റെ തീരം കഴിഞ്ഞാൽ പിന്നീട് വടക്ക് ഭാഗത്ത് വരുന്ന ലെബനോണാണ്. ലെബനോണിൽ ആദ്യം വരുന്ന പ്രധാനപ്പെട്ട പട്ടണം ടയറാണ്. ടയർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന പട്ടണമാണ് ഈ സിഡോൺ എന്ന് പറയുന്ന പട്ടണം. അത് കഴിഞ്ഞാൽ ബെയ്റൂത്ത് വരും. ബെയ്റൂത്ത് കഴിഞ്ഞാൽ ടയർ വരും. നമ്മുടെ ടയർ എന്ന് പറയുന്ന ബൈബ്ലിക്കൽ ലാൻഡ് വരും. ഈ 4 പട്ടണങ്ങളാണ് ഏതാണ്ട് തുല്യ അകലം വിട്ട് മധ്യധരണ്യയുടെ വക്കത്ത് വരുന്ന ലെബനോണിലെ നഗരങ്ങൾ. അതിൽ രണ്ടാമത്തെ നഗരമായിട്ടുള്ള സിഡോണിലാണ് ഈ ഇസ്രായേലി ആക്രമണം നടത്തിയിട്ടുള്ളത്. അത് പാലസ്റ്റീൻകാർ തിങ്ങി വസിക്കുന്ന ഒരു റെഫ്യൂജി ക്യാമ്പിലാണ് ഈ ആക്രമണം നടത്തിയത്. ഐനൽ ഹെൽവേ എന്നാണ് ആ റെഫ്യൂജി ക്യാമ്പിന്റെ പേര്. അത് വലിയൊരു റെഫ്യൂജി ക്യാമ്പാണ്. 170 ഏക്കർ സ്ഥലമേ ആകുള്ളൂ. 170 ഏക്കർ സ്ഥലമേ ഉള്ളെങ്കിൽ അതിനകത്ത് ഇപ്പോൾ അധിവസിക്കുന്ന ആളുകളുടെ എണ്ണം ഏകദേശം 1,20,000 മനുഷ്യർ. 1,20,000 ആളുകളാണ് ഈ റെഫ്യൂജി ക്യാമ്പിൽ അധിവസിക്കുന്നത്. ഇത് 1948 എസ്റ്റാബ്ലിഷ് ചെയ്ത റെഫ്യൂജി ക്യാമ്പാണ്. ഇസ്രായേൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഇസ്രായേൽ പ്രദേശത്ത് നിന്ന് എക്സ്പെൽഡ് ആയിപ്പോയ പാലസ്റ്റീനികൾ അവർ ലെബനോൺ റീജിയനിലേക്ക് ഓടിപ്പോയ ആളുകൾ ചെന്ന് പാർത്ത സ്ഥലമാണ് ഈ പറഞ്ഞ സിഡോൺ റീജിയനിലെ എയിൻ എൽ ഹിൽവേ എന്ന് പറയുന്ന സ്ഥലം. അത് വാസ്തവത്തിൽ അന്ന് ലെബനോൺ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടിരുന്നില്ല. അന്ന് ലെബനോൺ പലതരത്തിലുള്ള അമീറുകളുടെ കീഴിലുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളായിരുന്നു. ഇന്നത്തെ ലെബനോൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10ഓളം അമീറുകളുടെ കീഴിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഈ എയ്നൽ ഹിൽവേ എന്ന് പറയുന്നത് ഒരു അമീറിന്റെ കീഴിലുള്ള സ്ഥലമായിരുന്നു. ആ അമീറിന്റെ കീഴിലുള്ള സ്ഥലത്ത് ജലസാധ്യതയുള്ള സ്ഥലത്ത് ഇവർ പോയിട്ട് തമ്പടിക്കുകയാണ് ചെയ്തത്. അതുപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഭാഗത്ത് ഇവർ പോയി തമ്പടിക്കുകയും പിന്നീട് UN അത് അവരുടെ ഔദ്യോഗിക റെഫ്യൂജി ക്യാമ്പായി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അന്ന് അതിനകത്ത് ഏകദേശം ഒരു 70,000 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴതിനകത്ത് 1,20,000 ആളുകളുണ്ട്. അത് ഇസ്ലാമിക് വേൾഡിനെ സംബന്ധിച്ച് ഒരു കറക്റ്റ് പിക്ചർ ഇത് തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും മനുഷ്യര് ഇതിനകത്ത് പുഴുക്കളെ പോലെ ജീവിച്ചിട്ടും ഇതിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള സൗദി അറേബ്യ, ഖത്തർ മുതലായ അതിസമ്പന്നമായ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടും ഈ അഗതികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഇസ്ലാമിക് കൾച്ചറിന്റെ ഒരു ഇസ്ലാമിക് സംസ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ ഒരു സൂചന തരുന്നുണ്ട്. ഇവരുടെ കാൽച്ചോട്ടിൽ കിടക്കുന്ന ഈ പട്ടിണി പാവത്തിനെ അല്ലെങ്കിൽ ഈ പട്ടിണി ജനത്തെ, പട്ടിണി കൂട്ടത്തെ കാണാൻ ഇവർക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. ഇവരുടെ പാലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ നടക്കുകയാണ്. ഇവിടെ റെഫ്യൂജികളായി കിടക്കുന്ന ഈ മനുഷ്യരെ എന്ത് ചെയ്യണം? ഇവർക്ക് ഭക്ഷണം കിട്ടാൻ എന്ത് വേണം? ഇത്തരം കാര്യം ഇതൊരു ഒരു പന്നിക്കൂട് പോലത്തെ ഒരു സ്ഥലം എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. അപ്പൊ അവിടെയാണെങ്കിലും ഇസ്രായേൽ അവിടെ ആക്രമണം നടത്താനുണ്ടായ കാരണം ഇപ്പോഴത് ഹമാസിന്റെ ട്രെയിനിങ് ക്യാമ്പാണ്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലോലെസ് ലാൻഡാണ്. ഇവിടെ നിയമമില്ല. ഇവിടെ ലെബനീസ് അതോറിറ്റിക്ക് ഇതിനകത്ത് കയറാൻ പാടില്ല. അത് UN റൂളാണ്. അപ്പൊ UN റൂൾ അനുസരിച്ച് ലെബനീസ് ഗവൺമെന്റിന് ഇതിനകത്ത് യാതൊരു അധികാരവുമില്ല. ഈ 170 ഏക്കറും ഇവര് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്ഥലം ഇവന്മാരുടെ ഗുണ്ടാരാജ്യമാണ്. അപ്പൊ ഇതില് പിന്നെ വിവിധ പാലസ്തീനി ഗ്രൂപ്പുകളുടെ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലുകയും ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ്. 1948 മുതൽ ഇതിനകത്ത് ഭീകര സംഘങ്ങൾ വളരുകയും ആ ഭീകര സംഘങ്ങളെ ഒക്കെ ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ആദ്യത്തെ ആക്രമണമൊന്നുമല്ല. പലതവണ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഇസ്രായേൽ ആദ്യമായിട്ട് ആക്രമിക്കുന്ന ഇവിടെയാണ്. ഇന്നലത്തെ ആക്രമണം ഏരിയൽ അറ്റാക്ക് ആയിരുന്നു. എയറിൽ നിന്ന് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുകയാണ് ചെയ്തത്. അവിടെയുള്ളൊരു ഹമാസിന്റെ ട്രെയിനിങ് ക്യാമ്പിനെയാണ് ആക്രമിച്ചിട്ടുള്ളത്. ആക്രമണത്തിൽ 13 ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ലെബനീസ് അതോറിറ്റീസ് നൽകുന്ന വിവരം. അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ലെബനീസ് അതോറിറ്റിക്ക് ഇതിനകത്തേക്ക് ആക്സസ് കുറവാണ്. അപ്പൊ ഇവരെ കൊണ്ടുള്ള ശല്യം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റിന്റെ വലിയ വോൾ കൊണ്ട് ഈ 170 ഏക്കർ സ്ഥലം ലെബനോൺ എൻസർക്കിൾ ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ആളുകൾക്ക് പുറത്തേക്കുള്ള ആക്സസ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അതിനകത്ത് ഈ 70 ഏക്കർ സ്ഥലത്തിനകത്ത് പുഴുക്കളെ പോലെ മനുഷ്യരിങ്ങനെ കഴിഞ്ഞുകൂടുന്നു. UN കൊടുക്കുന്ന എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് ജീവിക്കുന്നു. അതിനകത്ത് ഹമാസും അതുപോലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും കഴിയുന്നത്ര ടെററിസവും തീവ്രവാദവും വളർത്തുന്നു. എന്നിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് ലോകത്തെമ്പാടും മനുഷ്യരെ ഉപയോഗിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹമാസിന്റെ തീവ്രവാദി ക്യാമ്പിലേക്ക് ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തുകയും അങ്ങനെ 13 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്
ഈ വാർത്തയായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ ഹമാസിന്റെ ആളുകൾ അവർ എവിടെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പാലസ്തീനികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ മത തീവ്രവാദം ഇങ്ങനെ വളർത്തിയെടുക്കുകയും ആ മത തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ ഏത് നിമിഷവും പൊരുതാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് ഏറ്റവും അധികം ബോധ്യമുള്ളത് ഇസ്രായേലിനാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഈ കൊളവിക്കൂടിന്റെ പുറത്ത് പിന്നെ റെഡിയായി നിൽക്കുന്ന, കൊത്താൻ വേണ്ടി പറന്ന് പരാക്കാൻ നിൽക്കുന്ന കൊളവിയെ പോലെ ഏത് നിമിഷവും ആക്രമിക്കാനായി തയ്യാറെടുത്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം അവരുടെ നേരെ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാം എന്നുള്ള ഭയം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ അത്ര അലർട്ടായി നിൽക്കുന്നത്. അതിനിടയിലൂടെ ഇന്നലെ നമ്മൾ പറഞ്ഞു, UN ട്രംപിന്റെ പ്രപ്പോസലിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള ഇന്റർനാഷണൽ ഫോഴ്സിനെ അപ്പോയിന്റ് ചെയ്തതിനെ സംബന്ധിച്ചും അതുപോലെ ഒരു ഇന്റർനാഷണൽ ഗവൺമെന്റ് ഗാസയിൽ വരുന്നതിനെ സംബന്ധിച്ചുള്ള 2 ക്ലോസുകൾ, അതായത് UN അംഗീകാരം നേടിയെടുത്തുവെന്നും കൂടാതെ സമാധാനത്തിലേക്കുള്ള ഒരു പാത തുറന്നു വെക്കാൻ സാധിക്കുമെന്നൊരു പ്രത്യാശ UN അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ആദ്യത്തെ കല്ലുകടി എന്ന് പറയുന്നത് ഹമാസ് ഇത് രണ്ടും സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം മറ്റൊരു ഇത് പിന്നെ IDF രൂപം മാറി വരുന്ന ഒരു ഫോഴ്സാണ് എന്നാണ് ഹമാസ് പറയുന്നത്. കാരണം അവര് ആയുധങ്ങൾ വെക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് ഏത് വിദേശ ശക്തി വന്ന് അവരോട് ഡിസാം ചെയ്യാൻ പറഞ്ഞാലും അവരെ സംബന്ധിച്ച് അത് IDF മറ്റൊരു രൂപം മാത്രമാണ്. അതുകൊണ്ട് ഈ ഇന്റർനാഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ആ ഫോഴ്സിനെ, ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്നാണ് അതിന്റെ പേര്, ആ ഫോഴ്സിനെ സ്വീകരിക്കാൻ ഹമാസ് തയ്യാറല്ല. 2, ഒരു വിദേശ ഗവൺമെന്റ് എന്ന് പറയുന്നത് അത് വീണ്ടും രൂപം മാറി വരുന്ന ഇസ്രായേൽ തന്നെയാണ്. നേരത്തെ ഇസ്രായേൽ ഭരിച്ചിരുന്നു, ഇപ്പോൾ വേറൊരു കൂട്ടർ ഇസ്രായേലിന് പകരം വന്ന് ഭരിക്കുന്നു. അതും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ല. അപ്പൊ ഈ ഹമാസിന്റെ 20 പോയിന്റ് പ്രോഗ്രാമിന് ആദ്യം തന്നെ ഹമാസ് ഗുഡ് ബൈ പറഞ്ഞതോടെ പാലസ്തീൻ എന്ന് പറയുന്ന സ്വപ്നം ഇൻഇഫക്റ്റിൽ തീർന്നു. കാരണം ഹമാസ് മര്യാദ പഠിച്ചാലേ ഈ കാര്യം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ പാലസ്തീനുകൾക്ക് പാലസ്തീൻ രാജ്യം വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാനാണ്. കാരണം ഇത് ഒരു രാജ്യമല്ല പറയുന്നത്, UN അതുപോലെ തന്നെ മീഡിയേറ്റേഴ്സായി വരുന്ന ലോകരാജ്യങ്ങൾ മുഴുവനും കൂടെ ഒന്നു ചേർന്നാണ് ഹമാസിനോട് പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ പാലസ്തീൻ ഉണ്ടാക്കി തരാം, പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം. 2, ഒരു ഇന്റർനാഷണൽ ഗവൺമെന്റിനെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ച് അത് ഗ്രാജുവലായിട്ട് സമാധാനത്തിലേക്ക് നീങ്ങണം. അങ്ങനെ സമാധാനത്തിലേക്ക് നീങ്ങിയാൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങൾ പാലസ്തീൻ ഉണ്ടാക്കി തരാം എന്ന ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അവർക്ക് കൊടുക്കുന്ന പ്രോമിസാണ്. ഹമാസ് പറയുന്നത് ഞങ്ങൾ ആയുധം വെച്ചിട്ട് ഞങ്ങൾക്ക് പാലസ്തീൻ വേണ്ട, ഞങ്ങൾക്ക് പാലസ്തീൻ വേണ്ടെന്നേ, ഞങ്ങൾ ആയുധം വെക്കൂല. സോ ആർക്കാണ് പാലസ്തീൻ വേണ്ടാത്തത്? പാലസ്തീൻ വേണ്ടാത്തത് പാലസ്തീനികൾക്ക് തന്നെയാണ്. ഇതാണ് ഇസ്രായേലിനെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു പാലസ്തീൻ അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല, അവരനുവദിക്കാതിരിക്കേണ്ട കാര്യമില്ല. അവർ പാലസ്തീൻ രാജ്യം ആക്രമിച്ച് നശിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല, അവർ തന്നെ അത് തീർത്തോളും. പാലസ്തീനികൾ തന്നെ അത് തീർത്തോളും, ഹമാസ് തന്നെ അത് തീർത്തോളും. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് കയറി കളിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇസ്രായേൽ ഈ UN പ്രമേയത്തെ വളരെ സന്തോഷപൂർവ്വം ആക്സെപ്റ്റ് ചെയ്തു. അവര് പറഞ്ഞതൊക്കെ ശരിയാണ്, ഞങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് സ്വീകാര്യമാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അപ്പൊ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവര് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സജഷൻസ് മുഴുവൻ പൂർണ്ണമായും സ്വീകരിക്കുന്നു. നേരെ മറിച്ച് അവരുടെ പാർലമെന്റിൽ അവർ പറഞ്ഞു പാലസ്തീൻ സ്റ്റേറ്റ് എന്നൊരു സ്വപ്നം വേണ്ട, അങ്ങനത്തെ ഒരു കാര്യം നടക്കുകയാണ്. അത് അവരവരുടെ ഉള്ളിൽ പറയുന്ന കാര്യമാണ്. മറ്റവരോട് പറയുന്നു നിങ്ങൾ പ്രമേയത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം ആ പ്രമേയത്തിന്റെ വേർഡിംഗ് അടക്കമുള്ള കാര്യങ്ങളെ ഇസ്രായേൽ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ വേർഡിംഗ് തന്നെയാണ് ആത്യന്തികമായി അതിൽ വന്നിട്ടുള്ളത്. അതിൽ അറബ് രാജ്യങ്ങളും US ഇസ്രായേലിനോട് സഹകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി ക്രൗൺ പ്രിൻസ് ഇന്നലെ US എത്തിയിട്ടുണ്ട്. ട്രംപ് അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് കൊടുത്തത്. കാരണം ഈ നേരത്തെ ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനെ ഈ മുഹമ്മദ് ബിൻ സൽമാനെതിരെ എന്തോ എഴുതിയെന്ന് പറഞ്ഞതിന്റെ പേരിൽ സൗദി അറേബ്യയിൽ വെച്ച് സൗദി അറേബ്യ നേരിട്ട് കൊലപ്പെടുത്തിയിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് അമേരിക്ക എതിർപ്പ് പ്രകടിപ്പിക്കുകയും അന്ന് മുതൽ മുഹമ്മദ് ബിൻ സൽമാനോ അല്ലെങ്കിൽ സൗദിയിൽ നിന്നുള്ള ഒഫീഷ്യൽസോ പിന്നീട് അമേരിക്ക വിസിറ്റ് ചെയ്തിട്ടില്ല. കാരണം വളരെ കർക്കശമായ ഭാഷയിലാണ് അമേരിക്ക ഡീൽ ചെയ്തത്. കാരണം ഈ നമ്മുടെ രാജ്യമൊന്നും പോലെയല്ല, അമേരിക്കയ്ക്കും ഇസ്രായേലിനൊക്കെ അവരുടെ പൗരന്മാർക്ക് കൃത്യ എണ്ണമുണ്ട്. അപ്പൊ ലോകത്തില് പൗരന്മാരെ ഒരു രാജ്യത്തോളം തന്നെ വിലവെക്കുന്ന അപൂർവം ചില രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് US, വേറൊന്ന് ഇസ്രായേലാണ്. അവരുടെ ഒരു പൗരന് വേണ്ടി എൻ്റെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അവരുടെ ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും മൂല്യമുള്ളതാണ്. അപ്പൊ അവരുടെ പൗരനെ വധിച്ചു എന്നുള്ളത് അവർ വളരെ ഗൗരവമായിട്ട്, എത്ര ക്ലോസസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും അവരത് ഗൗരവമായിട്ട്, ആ ഗൗരവമായിട്ട് എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് മുഹമ്മദ് ബിൻ സൽമാനോ സൗദി ഗവൺമെന്റിലെ ഏതെങ്കിലും സീനിയർ ആളുകളോ US വിസിറ്റ് ചെയ്തിരുന്നില്ല. അതിനുശേഷമുള്ള ആദ്യത്തെ വിസിറ്റാണ് ഇപ്പൊ ഈ സംഭവിക്കുന്നത്. അപ്പൊ ട്രംപ് ഇദ്ദേഹത്തെ വലിയ കാര്യമായിട്ട് സ്വീകരിക്കുകയും നാറ്റോയ്ക്ക് പുറത്തുള്ള US ഏറ്റവും വലിയ അലയാണ് സൗദി അറേബ്യ എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നാറ്റോയ്ക്ക് പുറത്താണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാം, ഇസ്രായേൽ നാറ്റോ അംഗമല്ല. അപ്പോ ഈ നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അലൈ
സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ ഇസ്രയേലിനേക്കാൾ മേലെയാണ് സൗദി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സോ നമുക്ക് ട്രംപിന്റെ വാക്കുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ, അദ്ദേഹം കച്ചവടക്കാരനാണ്. അപ്പൊ അദ്ദേഹം കച്ചവടത്തിൽ എല്ലാത്തരം ടെക്നിക്ക് ഉപയോഗിക്കും. അദ്ദേഹത്തിന് ആത്യന്തികമായി ആവശ്യമുള്ളത് ഈ സൗദിനെ അറബ് അക്കോർഡ്സിൽ കയറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് സൗദിയും ബോധവാനാണ്. അപ്പൊ ഇദ്ദേഹം ഇത് പറയുന്നതുകൊണ്ട് അപ്പം സൗദി പറഞ്ഞിട്ടുണ്ട് അറബ് അക്കോർഡ്സിൽ ചേരണമെന്നാണ് ഞങ്ങളുടെയും വലിയ ആഗ്രഹം, പക്ഷെ അതിനു മുൻപ് ഈ പാലസ്തീൻ സ്റ്റേറ്റിനെ കുറിച്ച് ഒരു തീരുമാനം വേണം എന്നാണ് സൗദി രാജാവ് പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ അത് സൗദി രാജാവിന്റെ ആവശ്യമല്ല, ഇത് ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ സൗദി രാജാവ് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശമാണ്, പബ്ലിക്കായിട്ടുള്ള നിർദ്ദേശമാണ്. അവർ ചായ കുടിക്കുന്ന ടേബിളിൽ അവരെന്താ പറയാൻ നമുക്കറിയില്ല. എന്തായാലും പത്രപ്രവർത്തകരുടെ മുമ്പിൽ അവർ ഈ രീതിയിലാണ് ഡിസ്കഷൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹവും പറഞ്ഞു എനിക്ക് ഈ അറബ് അക്കോർഡ്സിൽ പങ്കുചേരണം എന്നുള്ളത് വലിയ താല്പര്യമുള്ള കാര്യമാണ്, പക്ഷേ ഈ പാലസ്തീൻ സ്റ്റേറ്റ് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമാവാതെ എനിക്കതിൽ പങ്കുചേരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. അപ്പൊ പരമാവധി സൽമാൻ രാജാവിനെ സൂചിപ്പിക്കുക എന്നൊരു നയമാണ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. എന്തായാലും ശരി, ഇദ്ദേഹം ഇന്നിപ്പോ അവിടെ പോയിട്ട് അബ്രഹാം അക്കോർഡ്സിൽ ഒരു തീരുമാനം എടുത്ത് വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ 20 പോയിന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുമ്പം അത് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാൻ സാധ്യതയില്ല. ആകെ സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് കൺസ്ട്രക്ഷൻസ് നടക്കും. കഴിയുന്നത്ര പാലസ്തീനികളെ ആ ഭാഗത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെ ഹമാസിന്റെ കയ്യിലുള്ള പ്രദേശം മുഴുവൻ നാശകോശങ്ങളുടെ കൂമ്പാരമായി കിടക്കും. അവിടേക്ക് പ്രത്യേകിച്ച് എയ്ഡുകളോ സഹായങ്ങളോ ഒന്നും പോവില്ല. ഇന്റർനാഷണൽ ഫണ്ട് വരുന്നത് മുഴുവൻ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് കൺസ്ട്രക്ഷൻ നടക്കുക. ആ ഭാഗത്തേക്ക് പാലസ്തീനികൾക്ക് വരികയും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ താമസിക്കാൻ സാധിക്കുകയും ചെയ്യും. അതായത് ആ പാലസ്തീനികൾ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. അപ്പൊ അവിടേക്ക് ആളുകളെ കടത്തിവിടാതിരിക്കാൻ ഹമാസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഹമാസും ഈ ഇന്റർനാഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് വാസ്തവത്തിൽ IDF തന്നെയാണ്, അത് നമ്മൾ ക്ലാഷ് ഉണ്ടാവും. അപ്പൊ ഇന്റർനാഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഈ ഫോഴ്സിന് തന്നെ ഹമാസിനെ കൊല്ലേണ്ട ഗതികേട് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റേ ഭാഗം അങ്ങനെ മുടിഞ്ഞു കിടക്കും. അപ്പൊ നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു പിക്ചർ വെച്ച് നോക്കിയാൽ ഈ ട്രംപ് പറഞ്ഞ റിവേറ ഓഫ് ദ സൗത്ത് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സംഭവം മിക്കവാറും ഇപ്പോൾ ഈ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാവാനാണ് സാധ്യത. കാരണം അവിടെ നിന്ന് മുഴുവൻ പാലസ്തീനുകളും ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഒഴിഞ്ഞു വരികയും ഹമാസിനെ മുഴുവൻ കൊന്നു തീർക്കുകയും ചെയ്യുമ്പോൾ അത് പിന്നീട് ഒന്നിനും കൊള്ളാത്ത നാശകോശങ്ങളുടെ ഒരു കൂമ്പാരായി കിടക്കും. ഈ ഗാസ സിറ്റിയും റാഫായും അടങ്ങുന്ന വലിയൊരു റീജിയൻ എന്ന് ഇപ്പോഴത്തെ ഗാസയുടെ ഏകദേശം 47% വരുന്ന റീജിയൻ അവിടെ ഒഴിഞ്ഞു കിടക്കും. ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം കുറെ കാലം അങ്ങനെ ഒഴിഞ്ഞു കിടന്നു കഴിഞ്ഞ് അത് പിന്നെ ഈ പറഞ്ഞ അമേരിക്കയും അങ്ങനെയുള്ള കൂട്ടുകക്ഷികളും കൈയടക്കി അവിടെ ഈ പറഞ്ഞ അവരുടെ കൺസ്ട്രക്ഷൻസ് നടത്തി മിക്കവാറും ഒരു ഇന്റർനാഷണൽ പ്ലേസ് ആക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.